ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ SCERT 8th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് സമഗ്രയിൽ വന്നിട്ടില്ല. നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ റൈറ്റ് ബാരി സിസ്റ്റം ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആരാണ് ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയതെന്നും പഠിച്ചിട്ടില്ല. അപ്പൊ തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും കൂടെ ചേർന്നിട്ടാണ് റൈറ്റ് ബാരി സിസ്റ്റം ആരംഭിച്ചത്. 1820 റൈറ്റ് ബാരി സിസ്റ്റം ആരംഭിച്ചത്. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും കൂടെ ചേർന്ന് 1820 റൈറ്റ് ബാരി സമ്പ്രദായം ആരംഭിച്ചത്. മഹൽവാരി സമ്പ്രദായം ആണെങ്കിൽ ഹോൾട്ട് മക്കൻസി ആണ് മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചത്. ഹോൾട്ട് മക്കൻസി ആണ് ആരംഭിച്ചത്. ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ മാസം 15 ബിർസ മുണ്ട ജന്മദിനം നവംബർ 15 മഹൽവാരി സിസ്റ്റം ഹോൾട്ട് മക്കൻസി ആണ്. ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്ന കൃതി ബിർസ മുണ്ടയെ ആസ്പദമാക്കി രചിച്ചത് ഇക്ബാൽ ദുറാനി ആണ്. ഇക്ബാൽ ദുറാനി ആണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്ന കൃതി ബിർസ മുണ്ടയെ ആസ്പദമാക്കി രചിച്ചത് ഇക്ബാൽ ദുറാനി. ഏതു വർഷം മുതലാണ് ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നത്? 2021 മുതലാണ് ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നത്. 2021 മുതൽ. പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പാളയം അഥവാ സൈനിക താവളം എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ ആരംഭിച്ചത് പണ്ഡിത രമാഭായ് ആണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ ആരംഭിച്ചത് പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് ഏത് സർവകലാശാലയിലെ അധ്യാപകർ? കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകരാണ് പണ്ഡിത രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത്. ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നത് 2021. പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പാളയം അഥവാ സൈനിക താവളം എന്ന തമിഴ് പദത്തിൽ നിന്നാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം മുക്തി മിഷൻ പണ്ഡിത രമാഭായ്. കൽക്കട്ട സർവകലാശാലയിലെ അധ്യാപകരാണ് പണ്ഡിത എന്ന ബഹുമതി നൽകിയത്. ഇനിയും 1857 കലാപവും സിനിമയും സാഹിത്യവുമായി ബന്ധപ്പെട്ട മോഹൻ സിൻഹയുടെ 1857 കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ്, ക്രഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ജാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. അത് മൂന്നും കൃത്യമായിട്ട് പഠിക്കണം. മോഹൻ സിൻഹയുടെ 1857, കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി 1857 കലാപം പശ്ചാത്തലമാക്കി. ഇനി മഹാശ്വേത ദേവിയുടെ ജാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. ജാൻസി റാണി, മഹാശ്വേത ദേവി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി, അതൊക്കെ കുറെ ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് അമൃതം തേടിയൊക്കെ. ഇനി ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിൽ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിൽ സ്ഥാപിച്ചത്. മദ്രാസ് മഹാജൻ സഭ മദ്രാസിൽ ആരംഭിച്ചത് 3 പേരാണ്. എം വീരരാഘവ ആചാര്യയും ജി സുബ്രഹ്മണ്യ അയ്യറും ആനന്ദ ചാർലോവും കൂടെ ചേർന്നിട്ടാണ് മദ്രാസ് മഹാജൻ സഭ മദ്രാസിൽ ആരംഭിച്ചത്. എം വീരരാഘവ ആചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. എം വീരരാഘവ ആചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ഇപ്പൊ തന്നെ പഠിച്ചങ്ങ് പോകണം. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിൽ ആരംഭിച്ചത് ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ് എന്നിവരാണ് ബോംബെ പ്രസിഡൻസി ബോംബെയിൽ ആരംഭിച്ചത്. ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്. ഇപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിൽ സ്ഥാപിച്ചു സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭ മദ്രാസിൽ ആരംഭിച്ചത് വീരരാഘവ ആചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിൽ ആരംഭിച്ചത് ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത ആൻഡ് കെ ടി തെലാങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കുറേയധികം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത്രയും ലോങ് ടേം ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ടും മനസ്സിലാവുന്നത്.
അപ്പം നമ്മൾക്ക് 100 ഡേയ്സിന്റെ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ്. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും വീഡിയോസും ക്ലാസ്സും അതുപോലെ തന്നെ PDF അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഇന്ന ടോപ്പിക്സ് വെച്ചിട്ട് അതിന്റെ PDF തരും, അതിന്റെ വീഡിയോയും തരും. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട നല്ലൊരു റാങ്കിങ്ങിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പം കൃത്യമായിട്ട് പഠിക്കാവുന്നിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.